ഹലോ, പേൾ ഓഫ് പി എസ് സിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികൾ അതേതൊക്കെയാണെങ്കിൽ നമുക്കിന്ന് നോക്കാം. ഓക്കെ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ. പെരിയാറിൻ്റെ പോഷക നദിയായ മുതിരംപുഴയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസൽ പദ്ധതി നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. പള്ളിവാസൽ പദ്ധതി നിലവിൽ വരുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അതുപോലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി. ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 1954 ഇത് ആരംഭിച്ചത്. മുതിരംപുഴയിലാണ് ഇത് ഉള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. ഇതിൻ്റെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ട്. ഇതിൻ്റെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ലയും ഇടുക്കിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി എന്ന് പറഞ്ഞാൽ പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി എന്ന് പറയുന്നത് പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല എന്ന് പറയുമ്പോൾ ഇടുക്കിയാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാൽ ശ്രദ്ധിക്കണം, കൺഫ്യൂഷനായിപ്പോൾ. ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള ജില്ല എന്ന് ചോദിച്ചാൽ ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി എന്ന് ചോദിച്ചാൽ പെരിയാറാണ്. ഇടുക്കി വൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ്. ഇടുക്കി വൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡ. ഇടുക്കിയിൽ നിന്ന് വൈദ്യുത ഉൽപ്പാദനം ആരംഭിച്ച വർഷം 1976. ഇടുക്കിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം ആരംഭിച്ച വർഷം 1976. ഇന്ത്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് ആർച്ച് ഡാം ഇടുക്കിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് ആർച്ച് ഡാം ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടും ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടും ഇടുക്കി അണക്കെട്ടാണ്. ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ചെറുതോണിയിലാണ്. ഇടുക്കി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ചെറുതോണിയിലാണ്. ഇടുക്കി അണക്കെട്ട് ചെറുതോണിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏക ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി മൂലമറ്റം ഇടുക്കിയാണ്. കേരളത്തിലെ ഏക ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി മൂലമറ്റം ഇടുക്കിയാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏക ഭൂഗർഭ ജലവൈദ്യുതൊക്കെ ഇതിൽ ഒരുപാട് ജലവൈദ്യുത പദ്ധതികളിൽ ഓരോ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ PSC പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാനിവിടെ പറയുന്നതും. ജലവൈദ്യുത പദ്ധതികളിൽ ഒട്ടുമിക്കതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചതാണ്. അധിക പരീക്ഷയ്ക്കും PSC പരീക്ഷയ്ക്കും ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ മറ്റൊരു ക്വസ്റ്റ്യൻ ഇതിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ഏക ഭൂഗർഭ ജലവൈദ്യുത പദ്ധതി മൂലമറ്റം ഇടുക്കി, അത് പറഞ്ഞു. അതുപോലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി. ശബരിഗിരി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ടയാണ്. ശബരിഗിരി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ടയാണ്. അതുപോലെ മലബാറിൻ്റെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് ജില്ലയിലാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി കോഴിക്കോട് ജില്ല. സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാർ. സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാർ. അതുപോലെ കക്കാട് പദ്ധതിയും പത്തനംതിട്ട ജില്ലയിലാണ്. സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് വെച്ചാൽ മണിയാറാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ജലവൈദ്യുതി എന്ന് ചോദിച്ചാൽ കുത്തുങ്കൽ. ഇടുക്കി ജില്ലയിലാണ് കുത്തുങ്കൽ. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ജലവൈദ്യുതി കുത്തുങ്കലാണ്. ആദ്യത്തെ ജലവൈദ്യുതി മണിയാർ.
സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുതി എന്ന് ചോദിച്ചാൽ മണിയാറാണ്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുതി എന്ന് ചോദിച്ചാൽ കുത്തുങ്കൽ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ ശ്രദ്ധിക്കണം. സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ജലവൈദ്യുതി എന്ന് ചോദിച്ചാൽ കുത്തുങ്കൽ, പന്നിയാർ നദിയിലാണ് ഇതുള്ളത്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതിയുള്ള നദി പെരിയാറാണെന്ന് പഠിച്ചു. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം. സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം. ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ള ജനപങ്കാളിത്തത്തോടെ സ്ഥാപിച്ച കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി ഏത് എന്ന് ചോദിച്ചാൽ അത് മീൻവല്ലമാണ്. ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ള ജനപങ്കാളിത്തത്തോടെ സ്ഥാപിച്ച കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി എന്ന് ചോദിച്ചാൽ മീൻവല്ലം. ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ ഉടമസ്ഥതയിൽ ഉള്ള ജനപങ്കാളിത്തത്തോടെ സ്ഥാപിച്ച കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞാൽ അത് മീൻവല്ലമാണ്. ഇനി അടുത്തത് ജലവൈദ്യുത പദ്ധതികൾ പറയുമ്പോൾ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. അത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനെ കുറിച്ച് ഉള്ള കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. KCB, അപ്പോൾ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്, അതിന് നമ്മൾ KCB എന്നാണ്. KCB നിലവിൽ വന്നത് 1957. KCB നിലവിൽ വന്നത് 1957. KCBയുടെ ആസ്ഥാനം തിരുവനന്തപുരം, വൈദ്യുതി ഭവൻ തിരുവനന്തപുരം. KCBയുടെ ആസ്ഥാനം വൈദ്യുതി ഭവൻ തിരുവനന്തപുരം. അതുപോലെ KCB രൂപപ്പെടുത്തിയ ബില്ലിംഗ് സംവിധാനത്തിൻ്റെ പേര് ഒരുമ. KCB രൂപപ്പെടുത്തിയ ബില്ലിംഗ് സംവിധാനത്തിൻ്റെ പേര് ഒരുമ. ഇതൊക്കെ ക്വസ്റ്റ്യൻ വന്ന PSCക്ക് ആവർത്തിച്ച് വന്ന ക്വസ്റ്റ്യൻസാണ് ഇതൊക്കെ. KCBയുടെ ബില്ലിംഗ് സംവിധാനത്തിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ അത് ഒരുമ. KCB നിലവിൽ വന്നത് 1957. KCBയുടെ ആസ്ഥാനം വൈദ്യുതി ഭവൻ തിരുവനന്തപുരം. ട്രാൻസ്ഫോമർ ആൻഡ് ഇലക്ട്രിക്കൽസ് കേരള ലിമിറ്റഡ്, അങ്കമാലി. KCB വൈദ്യുത വിതരണം നടത്താത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ്. KCB വൈദ്യുതി വിതരണം നടത്താത്ത കേരളത്തിലെ ഏക കോർപ്പറേഷൻ തൃശ്ശൂരാണ്. ഏക കോർപ്പറേഷൻ ഏതാണെന്ന് വെച്ചാൽ തൃശ്ശൂരാണ്. കേരളത്തിൻ്റെ 2 സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ നമ്മൾ പറഞ്ഞു. കേരളത്തിലെ 2 സ്വകാര്യ വൈദ്യുത പദ്ധതികൾ മണിയാറും കുത്തുങ്കലാണ്. മണിയാർ എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് മണിയാർ. ഏറ്റവും വലിയ പദ്ധതി എന്ന് പറയുന്നത് കുത്തുങ്കൽ. കേരളത്തിലെ 2 സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ മണിയാറും കുത്തുങ്കൽ. കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് മണിയാറും കേരളത്തിൻ്റെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് കുത്തുങ്കലാണ്. അടുത്തത് നമുക്ക് താപവൈദ്യുത നിലയത്തെക്കുറിച്ചിട്ട് പഠിക്കാം. ജലവൈദ്യുത പദ്ധതികളെ കുറിച്ച് ഇത്രയും ക്വസ്റ്റ്യൻസാണ്. ഇനി താപവൈദ്യുത പദ്ധതികളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത പദ്ധതി കായംകുളം താപവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് PSCക്ക്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത പദ്ധതി കായംകുളം താപവൈദ്യുത പദ്ധതിയാണ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പോയിൻ്റ്. രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പോയിൻ്റ് എന്നും കൂടി ഇതിനെ പറയണം. ഇതിൻ്റെ സ്ഥാപിത ശേഷി എന്ന് പറയുന്നത് 350 മെഗാവാട്ടാണ്. 350 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇതിൻ്റെ സ്ഥാപിത ശേഷി. അപ്പോൾ അടുത്ത ഒരു ക്വസ്റ്റ്യൻ, ഇതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് എന്ത്? ഇതൊക്കെ PSC പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കായംകുളം കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത പദ്ധതി എന്നാണ് ഒരു ക്വസ്റ്റ്യൻ. അത് കായംകുളം താപവൈദ്യുത പദ്ധതി. പിന്നെ താപവൈദ്യുത പദ്ധതി ഇന്ധനമായി ഉപയോഗിക്കുന്നത് നാഫ്ത. കായംകുളം താപവൈദ്യുത പദ്ധതിയിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് നാഫ്ത. അടുത്തത് ബ്രഹ്മപുരം താപവൈദ്യുത പദ്ധതിയാണ്. ബ്രഹ്മപുരം താപവൈദ്യുത, അതിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഡീസൽ. ഇന്ധനമായി ഉപയോഗിക്കുന്നത് ഡീസൽ. അടുത്തത് നല്ലളത്തും ഡീസലാണ് ഇന്ധനമായി ഉപയോഗിക്കുന്നത്. അടുത്ത ഇമ്പോർട്ടൻസ് പറയുന്നത് ചീമേനി, കാസർഗോഡ്. ചീമേനി താപവൈദ്യുത നിലയം കാസർഗോഡാണ്.
ഇതിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് LNG ആണ്. LNG എന്ന് പറഞ്ഞാൽ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകമാണ് LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. LNG ആണ് ചീമേനി താപവൈദ്യുത പദ്ധതിയിൽ ഉപയോഗിക്കുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം എന്ന് പറയുന്നത് മീഥെയിലാണ്. LNGയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം എന്താണെന്ന് ചോദിക്കും. അത് മീഥെയിലാണ്. LNGയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം മീഥെയിൽ ആണ്. പ്രകൃതിവാതക ഇന്ധനമായി ഉപയോഗിക്കുന്ന താപവൈദ്യുത നിലയം എന്നും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പ്രകൃതിവാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന താപവൈദ്യുത നിലയം ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് ചീമേനിയാണ്. ചീമേനിയിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ പേര് LNG, പ്രകൃതിവാതകം LNGയിൽ ഉപയോഗിക്കുന്ന പ്രധാന ഘടകം മീഥെയിൽ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ ഇതുപോലെ തന്നെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത പട്ടണം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത പട്ടണം തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല പാലക്കാട്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല പാലക്കാട്. ഇന്ത്യയിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല തൃശ്ശൂർ. ഇന്ത്യയിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ല തൃശ്ശൂർ. ഇതൊക്കെയാണ് ജലവൈദ്യുത പദ്ധതികളെക്കുറിച്ചും താപവൈദ്യുത പദ്ധതികളെക്കുറിച്ചിട്ടും നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അടുത്തത് ജലസേചന പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട, കൊല്ലം. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ്. അതുപോലെ കേരളത്തിലെ ജലസേചന സൗകര്യം കൂടുതലുള്ള ജില്ല തൃശ്ശൂർ. കേരളത്തിൽ ജലസേചന സൗകര്യം കൂടുതലുള്ള ജില്ല തൃശ്ശൂരാണ്. പക്ഷേ കേരളത്തിൽ ജലസേചന പദ്ധതി കൂടുതലുള്ള ജില്ല എന്ന് ചോദിച്ചാൽ പാലക്കാട്. ഇതൊക്കെ കൺഫ്യൂഷനായിട്ട് വരുവേ. കേരളത്തിൽ ജലസേചന പദ്ധതികൾ കൂടുതലുള്ള ജില്ല പാലക്കാടാണ്. ജലസേചന സൗകര്യം കൂടുതലുള്ള ജില്ല തൃശ്ശൂരാണ്. പദ്ധതികൾ കൂടുതലുള്ള ജില്ല പാലക്കാടും ജലസേചന സൗകര്യം കൂടുതലുള്ള ജില്ല തൃശ്ശൂരുമാണ്. മലപ്പുറം സൗകര്യം എന്ന് പറയുന്നത് തൃശ്ശൂർ. ജലസേചന സൗകര്യം കൂടുതലുള്ള എന്ന് പറയുമ്പോൾ തൃശ്ശൂരാണ്. ജലസേചന പദ്ധതികൾ കൂടുതലുള്ള ജില്ല എന്ന് പറയുമ്പോൾ പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ട്. കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് അത് നമ്മൾ ഈ മറ്റേ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴ അണക്കെട്ടാണെന്നുള്ളത്. അതുപോലെ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി എന്ന് പറഞ്ഞാൽ അത് ഭാരതപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ള നദി എന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ്. ഇതൊക്കെ മാറിപ്പോകുന്നതാണ്. കേരളത്തിലെ ജലസേചന പദ്ധതികൾ കൂടുതലുള്ള ജില്ല എന്ന് ചോദിച്ചാൽ പാലക്കാടാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി എന്ന് ചോദിച്ചാൽ അത് ഭാരതപ്പുഴയാണ്. ലോകബാങ്കിൻ്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന ഗ്രാമീണ ജലവിതരണ പദ്ധതി ജലനിധി. ലോകബാങ്കിൻ്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന ഗ്രാമീണ ജലവിതരണ പദ്ധതിയുടെ പേരാണ് ജലനിധി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ലോകബാങ്കിൻ്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പാക്കുന്ന ഗ്രാമീണ ജലവിതരണ പദ്ധതിയാണ് ജലനിധി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരള സർക്കാർ ആവിഷ്കരിച്ച മഴവെള്ള സംഭരണ പദ്ധതിയാണ് വർഷ. കേരള സർക്കാർ ആവിഷ്കരിച്ച മഴവെള്ള സംഭരണ പദ്ധതിയുടെ പേരാണ് വർഷ. കേരള സർക്കാർ ആവിഷ്കരിച്ച മഴവെള്ള സംഭരണ പദ്ധതിയാണ് വർഷ. അതുപോലെ ഗ്രാമീണ മേഖലയിലെ ജലവിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്വജൽധാര. ഗ്രാമീണ മേഖലയിലെ ജലവിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്വജൽധാര. കേരള സർക്കാർ ആവിഷ്കരിച്ച മഴവെള്ള സംഭരണ പദ്ധതി വർഷയാണ്. അതുപോലെ കേന്ദ്ര സർക്കാർ ജലവിതരണവുമായി ഗ്രാമീണ മേഖലയിലെ ജലവിതരണവുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് സ്വജൽധാര. അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ജലസേചന പദ്ധതിയാണ് നെയ്യാർ. തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ജലസേചന പദ്ധതിയാണ് നെയ്യാർ. അടുത്തത് കുറച്ച് ജലസേചന പദ്ധതികൾ ഏതൊക്കെ ജില്ലയിലാണ് നമുക്ക് പറയാം.
കരുവന്നൂർ പുഴയുടെ പോഷക നദിയായ മണലിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ജലസേചന പദ്ധതിയാണ് പീച്ചി. കരുവന്നൂർ പുഴയുടെ പോഷക നദിയായ മണലിപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ജലസേചന പദ്ധതിയാണ് പീച്ചി. അതുപോലെ തന്നെ മൂവാറ്റുപുഴ വാലി ജലസേചന പദ്ധതി. മൂവാറ്റുപുഴ വാലി ജലസേചന പദ്ധതി 2 ജില്ലകളിലായിട്ടാണുള്ളത്, എറണാകുളം, ഇടുക്കി. മൂവാറ്റുപുഴ വാലി ജലസേചന പദ്ധതി എറണാകുളം, ഇടുക്കി. അതുപോലെ തന്നെ ഇടമലയാർ ജലസേചന പദ്ധതി. ഇടമലയാർ ജലസേചന പദ്ധതി 3 ജില്ലകളിലായിട്ടാണുള്ളത്, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ. ഇടമലയാർ ജലസേചന പദ്ധതി 3 ജില്ലകളിലായിട്ടാണ്, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ. അതെന്ന് വെച്ചാൽ ഈ ജലസേചന പദ്ധതി എന്ന പെരിയാർ നദിയിലെ വെള്ളം കൃഷിയോഗ്യമായ പെരിയാർ, ചാലക്കുടി നദീതടങ്ങളിലെ ജലസേചനത്തിന് അനുയോജ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ഇടമലയാർ ജലസേചന പദ്ധതി. അടുത്ത ജലസേചന പദ്ധതിയാണ് കാരാപ്പുഴ ജലസേചന പദ്ധതി. കാരാപ്പുഴ ജലസേചന പദ്ധതി വയനാട് ജില്ലയിലാണ്. കാരാപ്പുഴ ജലസേചന പദ്ധതി വയനാട് ജില്ലയിലാണ്. കബനി നദിയിൽ നടപ്പാക്കിയ ഒരു ജലസേചന പദ്ധതിയാണിത്. കാരാപ്പുഴ ജലസേചന പദ്ധതി വയനാട് ജില്ലയിലാണ്. കബനി നദിയിൽ നടപ്പിലാക്കിയ ജലസേചന പദ്ധതിയാണിത്. അതുപോലെ ബാണാസുര സാഗർ ജലസേചന പദ്ധതി വയനാട് ജില്ലയിൽ തന്നെ. അതുപോലെ ഇനി അടുത്തത് പെരുവണ്ണാമൊഴി ജലസംഭരണി സ്ഥിതി ചെയ്യുന്നത്. പെരുവണ്ണാമൊഴി ജലസംഭരണി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കോഴിക്കോട്. പെരുവണ്ണാമൊഴി ജലസംഭരണി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട്. ഇത്രയുമൊക്കെയാണ് ജലസേചന പദ്ധതികളിൽ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ PSCയിൽ അധികം വരുന്ന ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ റിപ്പീറ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആ ക്വസ്റ്റ്യൻ ആണ്. ഇതും പഠിച്ചാൽ ഉറപ്പായിട്ടും കേരളത്തിലെ ജലവൈദ്യുത പദ്ധതി ഇതിൽ നിന്ന് ഉറപ്പായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇത്രയും മാത്രമേ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ട് ഓക്കെ, ഈ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ.